പ്രൈസ് ദ ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നഹൂം പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ! എത്ര നല്ല ദൈവമാണല്ലോ നമ്മളെ ദൈവം. ഹല്ലേലൂയ! അവൻ തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ! കഷ്ടദിവസത്തിൽ ശരണമായ ഒരു ദൈവം. ഹല്ലേലൂയ! നമുക്ക് എത്ര മകൾ ഭാഗ്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. കഷ്ടദിവസത്തിൽ നമുക്ക് ശരണമായിരിക്കും ദൈവം, നമുക്ക് കോട്ടയായിരിക്കും ദൈവം, നമ്മുടെ സങ്കേതമായിരിക്കും ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടതകളിൽ ഏറ്റവും അടുത്തൊരു തുണയാണ്. ഹല്ലേലൂയ! ഇവിടെ പറയുന്നത് പോലെ കഷ്ടദിവസത്തിൽ അവൻ നമ്മുടെ ശരണവും ആകുന്നു. എത്ര പേർക്ക് ഇന്ന് സന്തോഷമുണ്ട് യഹോവ നല്ലവനായതുകൊണ്ട്, യഹോവ നമ്മുടെ ജീവിതത്തിൽ കഷ്ടദിവസത്തിൽ നമുക്ക് ശരണവും ആയതുകൊണ്ട്. ഈ ഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ഇങ്ങനെയാണ് പറയുന്നത്: സ്ട്രോങ് ഹോൾഡ് ഇൻ ദ ഡേ ഓഫ് ട്രബിൾ. നമുക്കൊരു കോട്ടയാകുന്ന ദൈവം, സ്ട്രോങ് ഹോൾഡ്, നമ്മുടെ കോട്ട. ഹല്ലേലൂയ! കോട്ടയായി മാറുന്നൊരു ദൈവം. നമ്മുടെ കഷ്ടതയിലായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഹല്ലേലൂയ ഒരു കോട്ടയായി നിൽക്കുന്നൊരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ! നമ്മുടെ ചുറ്റും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പ്രതികൂലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും നമുക്ക് ചുറ്റും അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കോട്ടയായി, നമ്മുടെ ശരണമായി നിൽക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ! പലപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുക, നമ്മുടെ കഷ്ടദിവസത്തിൽ നമ്മുടെ ഗവൺമെൻറ് നമുക്കൊരു കോട്ടയാണെന്ന് പറയാം. ഹല്ലേലൂയ! ചിലപ്പോഴൊക്കെ ഹല്ലേലൂയ നമ്മൾ പറഞ്ഞിരിക്കുക, നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം നമുക്കൊരു കോട്ടയാണെന്ന് പറഞ്ഞിരിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുക, നമ്മുടെ റിലേറ്റീവ്സ് ചിലരൊക്കെ നമുക്ക് കോട്ടയാണെന്ന് പറഞ്ഞിരിക്കുക. ചിലപ്പോഴൊക്കെ പറഞ്ഞിരിക്കുക, ചില ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടദിവസത്തിൽ ഒരു കോട്ടയാണെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, പലപ്പോഴും നമുക്കിതൊന്നും ഒരു ശാശ്വതമായ ഒരു കോട്ടയായി മാറുന്നില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നിരിക്കാം, എങ്കിലും അതൊന്നും നമ്മളെ തൊടുകയില്ല. കാരണം നമുക്ക് ശരണമായിരിക്കുന്നത്, നമുക്ക് കോട്ടയായി മാറുന്നത്, കഷ്ടദിവസത്തിൽ നമുക്ക് കോട്ടയായി മാറുന്നത് നമ്മുടെ ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ! പ്രിയ ദൈവമക്കളെ, നഹൂം ഇവിടെ പറയുന്നത് പോലെ അവനെ ശരണമാക്കുന്നവരെ അവൻ അറിയുന്നു. എത്ര നല്ല ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ അവനെ ശരണമാക്കി കഴിഞ്ഞാൽ, നമ്മൾ അവനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഭക്തനായിട്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, നമ്മളൊരു നീതിമാനായി ജീവിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ! എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ട്രബിൾസ് വരുന്നുവോ, എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നുവോ, എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശത്രുവായവൻ നമുക്കെതിരായി പോരാടി നിൽക്കുന്നുവോ, ആ സമയത്തൊക്കെയും നമ്മളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി കോട്ട പണിയുന്ന, അല്ലെങ്കിൽ കോട്ടകൾ തീർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 33-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു: യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അതേ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അവനെ വിശ്വസിക്കുന്നവരെ, അവനെ സ്നേഹിക്കുന്നവരെ, അവൻ്റെ മുൻപാകെ ഹല്ലേലൂയ വിശുദ്ധരായി നടക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവൻ മരണത്തിൽ നിന്ന് രക്ഷിക്കും, അവൻ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കും. അവൻ അവർക്കെതിരായി പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്ന് അവനൊരു കോട്ടയായി നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ! ഇന്ന് ഈ സമയത്ത് ഹല്ലേലൂയ ആരെങ്കിലും ഹല്ലേലൂയ ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം ഹല്ലേലൂയ, അവൻ നമുക്ക് കഷ്ടകാലത്ത് അവൻ കോട്ടയായിരിക്കുന്നൊരു ദൈവമാണ്. അവൻ നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ ശരണമായിരിക്കുന്നൊരു ദൈവമാണ്. ആ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതിനുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ആയിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.